അമേരിക്കക്കാർ ട്രംപിന് വോട്ട് ചെയ്തത് പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അവിടുത്തെ കുത്തഴിഞ്ഞു പോയ സാധാരണ ജീവിതം പഴയപടിയാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് വിലക്കയറ്റം, അതുപോലെ പണപ്പെരുപ്പം, ഈ കുടിയേറ്റക്കാരെ കൊണ്ടുള്ള ഭയങ്കരമായ ഉപദ്രവം, ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. ആ വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടന്മാരാകുന്ന ഒരു സാഹചര്യം, ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. പക്ഷേ ട്രംപ് പറഞ്ഞ വാക്ക് പാലിക്കാൻ തയ്യാറായി നിൽക്കുക. അദ്ദേഹം തെരഞ്ഞെടുപ്പ് ജയിച്ചതിൻ്റെ പുറകെ തന്നെ ഹമാസിനും ഇസ്രായേലിനും അന്ത്യശാസനം കൊടുത്തു. ഏറ്റവും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം, ബന്ദികളെ കൈമാറി ഈ തർക്കം അവസാനിപ്പിക്കണം, ഇസ്രായേൽ ബോംബിടൽ നിർത്തണം, ഹമാസ് ആക്രമണവും നിർത്തണം. സ്ലാങ് പറയും അപ്പ കേട്ടാ മതി, സ്ലാങ് കാണിക്കും അപ്പ കണ്ടാ മതി. ഏതായാലും അദ്ദേഹം ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ വെടിനിർത്തലുണ്ടായി. ബന്ദികളെ കൈമാറുന്ന ചടങ്ങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസിന് വമ്പിച്ച വിജയമുണ്ടായി എന്ന് നമ്മുടെ നാട്ടിലെ ചില മാധ്യമ വിശാരദന്മാരും മറ്റ് സ്ഥാപിത താല്പര്യക്കാരും അവകാശപ്പെടുന്നു. സ്വാഭാവികം. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഈ പാലസ്തീൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടിട്ടേ വേറെ കാര്യമുള്ളൂ എന്ന ശാഠ്യത്തിലാണ് ട്രംപ്. അതുകൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക്, അദ്ദേഹത്തിൻ്റെ ഇനാഗുറേഷൻ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിക്കാത്തത് എന്ന് നമ്മുടെ ഇവിടുത്തെ ചില ആളുകൾ അടിച്ചു വിട്ടു. നെതന്യാഹുവിൻ്റെ ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ അധികം ദിവസമായിട്ടില്ല, അതുകൊണ്ടാണ് പോകാതിരുന്നത് എന്നാണ് അവർ നൽകിയിരുന്ന വിശദീകരണം. ഏതായാലും നെതന്യാഹു വാഷിങ്ടണിലെത്തി ട്രംപ് മുതലാളിയെ മോഹം കാണിച്ചു. രണ്ടുപേരും തമ്മിൽ ഉള്ള ബന്ധം പഴയ പോലെ ഊഷ്മളമായി തുടരുന്നു എന്ന് വേണം വിചാരിക്കാൻ. ഏതായാലും നെതന്യാഹുവിനെ കൂടി വേദിയിലിരുത്തിക്കൊണ്ട് ട്രംപ് ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ഫോർമുല അവതരിപ്പിച്ചു. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു, ഇപ്പൊ പൊട്ടിക്കും, അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു, ഇപ്പൊ പൊട്ടും, ഇപ്പൊ പൊട്ടും, അടുത്ത നിമിഷം പൊട്ടിച്ചു. പുള്ളി പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ പാലസ്തീൻകാർ എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ താമസിക്കാൻ പറ്റിയ രീതിയിലല്ല ഗസ കിടക്കുന്നത്. ഗസ ഇസ്രായേലിൻ്റെ ബോംബാക്രമണവും മിസൈൽ ആക്രമണവും കാരണം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അവിടെ പുതിയ കെട്ടിടങ്ങൾ പണിയിക്കുക, അവിടെ വാസയോഗ്യമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇസ്രായേലിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഹമാസിനെ കൊണ്ട് ഒട്ടും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ വെസ്റ്റ് ബാങ്കിലുള്ള ഗവൺമെൻറ് ഉണ്ട്, അവരെ കൊണ്ടും പറ്റുകയില്ല. അവിടെ ഏതാണ്ട് 100ഓളം മസ്ജിദുകൾ പണിഞ്ഞു കൊടുക്കാമെന്ന് ഇന്തോനേഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവിടെ മസ്ജിദിനേക്കാൾ മുമ്പ് ആളുകൾക്ക് വേണ്ടത് റേഷൻ ഷോപ്പാണ്, അങ്ങനെ പറയരുത്. അതുപോലെ പോലീസ് സ്റ്റേഷനാണ്, അതുപോലെ ആശുപത്രികളും വിദ്യാലയങ്ങളുമാണ്. മസ്ജിദ് കുറച്ച് കഴിഞ്ഞിട്ട് പണിഞ്ഞാലും പോരായില്ല. അതായത് ഇന്തോനേഷ്യക്കാരുടെ നല്ല മനസ്സുകൊണ്ട് അവർ പള്ളികൾ, ആരാധനാലയങ്ങൾ പണിഞ്ഞു കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തു. മറ്റ് അറബ് രാജ്യങ്ങളും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യും, പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നം തീരെയില്ല. അപ്പോൾ ട്രംപ് പറയുന്നത് വെച്ചാൽ ഇത്ര ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സൗദി അറേബ്യയോ ഈജിപ്റ്റോ ജോർഡാനൊന്നും വിഷമിക്കണ്ട, ഞങ്ങൾ ചെയ്തോളാം. അമേരിക്ക ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഗസ എന്ന് പറഞ്ഞ പ്രദേശം പൂർണ്ണമായിട്ടും അമേരിക്ക ഏറ്റെടുക്കും. അവിടെ ഇനി അമേരിക്കയുടെ ദേശീയ പതാക പാറിപ്പറക്കും. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. ഹമാസുകാർ അവിടുന്ന് നാടുവിട്ട് പോകാൻ മാറും. ഗസയിലെ സാധാരണക്കാരായ ആളുകൾ, ഹമാസുകാരല്ലാത്തവർ, അവർക്ക് ഒന്നുകിൽ ജോർഡാനിലേക്ക് പോകാം, അല്ലെങ്കിൽ ഈജിപ്തിലേക്ക് പോകാം. രണ്ടിനും അമേരിക്കയ്ക്ക് വിരോധമില്ല. പക്ഷേ ഗസയിൽ അവർക്കിനി തുടർന്ന് താമസിക്കാൻ പറ്റുകയില്ല. ഗസയിൽ ഇനി താമസിക്കാൻ ആരും മോഹിക്കേണ്ടതില്ല. അവിടെ അമേരിക്ക ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അമേരിക്ക എന്ന് വെച്ചാൽ ലോക പോലീസാണ്. ലോകത്തെമ്പാടും ക്രമസമാധാന പരിപാലനത്തിന് ബാധ്യതപ്പെട്ടവരാണെന്ന് സ്വയം വിചാരിക്കുന്നവരാണ് അമേരിക്കക്കാർ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, അഥവാ കൽപ്പിക്കുന്നു, പാലസ്തീൻകാരും ഇനി ഗസയിൽ വേണ്ട, ഇവിടെ തിങ്ങി ഞെരുങ്ങി ബുദ്ധിമുട്ടി ജീവിക്കേണ്ട ആളുകളല്ല നിങ്ങളൊന്നുകിൽ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള, നമ്മുടെ ഈജിപ്തിൻ്റെ കയ്യിലുള്ള സീനായ് മരുഭൂമിയിലേക്ക് പോകും, അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ മെയിൻലാൻഡിലേക്ക് തന്നെ പോകാനും വിരോധമില്ല, സൂയസ് കനാലിൻ്റെ മറുഭാഗത്ത്, അതല്ലെങ്കിൽ ജോർഡാനിലേക്ക് പോകാം, നിങ്ങളുടെ സൗകര്യം. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും ഇവർ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അമേരിക്ക ഒന്നുകൂടി മുറുക്കി പറഞ്ഞാൽ അവർ ഏറ്റെടുക്കാൻ കൂട്ടാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദ്രവ്യമായിട്ട് കിട്ടിയാൽ മതി, കാശായിട്ടാണെങ്കിൽ കാശ്, അല്ലെങ്കിൽ സാർ ചാത്തു പറഞ്ഞ പോലെ നെല്ലായിട്ട് കൊടുത്താലും മതി. ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാണ്. ഇനി ഈ രണ്ട് രാജ്യങ്ങൾക്കും ഏറ്റെടുക്കാൻ വിരോധമുണ്ടെങ്കിൽ അതിന് ട്രംപ് നേരത്തെ പണിയുണ്ട് വെച്ചിട്ട് ഇന്തോനേഷ്യയുടെ ഭാഗമായിട്ടുള്ള ബോർണിയോയിലേക്ക് ഇവർ ഈ പാലസ്തീൻകാരെ കൊണ്ടുപോകാൻ പുള്ളി തയ്യാറാണ്. ഈ ബോർണിയോ എന്ന് പറയുന്നത് ഇന്തോനേഷ്യയുടെ ദ്വീപ സമൂഹത്തിൽപ്പെട്ട ഏറ്റവും വലിയ ദ്വീപാണ്.
സുമാട്ര, ജാവ, ബോർണിയോ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അവിടെ വസ്തുവിന് വില കുറവാണ്, ഭൂമിക്ക് വില കുറവാണ്. കുറഞ്ഞ വിലയ്ക്ക്, ആദായ വിലയ്ക്ക് വസ്തു കിട്ടും. പണ്ട് ഈ ഭരണകാലത്തുനിന്നും പാലയിൽ നിന്നൊക്കെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർ കപ്പത്തണ്ടുമായിട്ട് മലബാറിലേക്ക് പോരും. ശ്രീകണ്ഠാപുരത്തും ഇരിക്കൂറിലും പേരാവൂരൊക്കെ. അങ്ങനെയാണ് ഈ ക്രിസ്ത്യാനികളുടെ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായത്. അവർ സെറ്റിലേഴ്സ് അഥവാ സ്റ്റേറ്റുകാർ, അതും അല്ലെങ്കിൽ ചേട്ടന്മാർ എന്നൊക്കെയാണ് വിളിച്ചത്. ഏതാണ്ട് അതേ മാതൃകയിൽ ഈ പലസ്തീനിൽ നിന്ന് കുടിയിറക്കപ്പെടുന്ന ആളുകൾ, ഗസയിൽ നിന്ന് കുടിയിറക്കപ്പെടുന്ന ആളുകൾക്ക് ബോർണിയോയിൽ പോയിട്ട് സ്ഥലം വാങ്ങി താമസിക്കാം. അതിനുവേണ്ട ധനസഹായം അമേരിക്കൻ ഗവൺമെൻറ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ശാശ്വത സമാധാനമുണ്ട്. അതിന് എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. പിന്നെ പാലസ്തീനും ഇസ്രായേലും തമ്മിൽ, അല്ലെങ്കിൽ യഹൂദന്മാരും അറബികളും തമ്മിൽ വഴക്കിടാൻ ഒരു സാഹചര്യമില്ല. സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഈ പാലസ്തീൻകാർക്ക് ബോർണിയോയിൽ പോയിട്ട് സ്ഥലം പിടിച്ച് താമസിക്കാം. ബോർണിയോയിലാണെങ്കിൽ അതിൻ്റെ 100-101% മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പോൾ പിന്നെ സാമുദായിക സ്പാർദ്ധ ഉണ്ടാകുന്ന പ്രശ്നമില്ല. അങ്ങനെ വളരെ നല്ലൊരു പരിഹാര മാർഗമാണ് നമ്മുടെ ട്രംപ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇതൊക്കെ എന്ത്? ഏതായാലും ഈ ബോർണിയോയിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഗസയിൽ നിന്ന് കുടിയിറങ്ങാനോ തയ്യാറല്ല എന്നുള്ള കാര്യം നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മൗദൂദി ചാനലും അടുപ്പൂട്ടി ചർച്ചക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലോ? അവർ പറയുന്നത് പുഴ മുതൽ കടൽ വരെയുള്ള പ്രദേശം അത് അറബികളുടെ ഹക്കാണ്. അതായത് ഒരു കാരണവശാലും അവിടുന്ന് ഒഴിഞ്ഞു പോവുകയില്ല, വേണമെങ്കിൽ യഹൂദന്മാർ പോകട്ടെ എന്നാണ്. ഇനിയിപ്പോൾ കേരള നദ്വത്തുൽ മുജാഹിദീനും സമസ്തയുടെ 2 വിഭാഗങ്ങളും മിക്കവാറും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മറ്റ് മതേതര നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ ഈ നിലപാടുകൾ എടുക്കാൻ സാധ്യതയുണ്ട്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷമായി. പക്ഷേ ട്രംപിൻ്റെ വളരെ ആകർഷകമായ പ്രപ്പോസലാണ് സുപ്രീം കോടതി പണ്ട് രാമജന്മഭൂമി കേസിൽ പറഞ്ഞ പോലെ ബാബറി മസ്ജിദ് പൊളിച്ചതിന് പകരം 5 ഏക്കർ സ്ഥലം വേറെ സ്ഥലത്ത് തരും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇവർക്ക് ബോർണിയോയാണ് വാഗ്ദത്ത ഭൂമിയായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അന്നും ഈ പാർട്ടികളൊക്കെ തന്നെ ഇത് പറ്റില്ല, ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് ഇവർ പറഞ്ഞു. പക്ഷേ ഭൂമി പതിച്ചിട്ട് ഇവർക്ക് ആർക്കുമല്ല. ഭൂമി പതിച്ചു കൊടുത്തത് ഈ യുപിയിലെ സുന്നി വഖഫ് ബോർഡിനായിരുന്നു. അവർ 5 ഏക്കർ സ്വീകരിച്ചു. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? എന്ന് പറഞ്ഞ പോലെ ഈ ഗസയിലെ സമാധാന പ്രേമികളായ ആളുകൾ ഞങ്ങൾക്ക് ബോർണിയോ മതി എന്ന് തീരുമാനിച്ചാൽ പിന്നെ ഇവിടുത്തെ ലീഗുകാർക്കോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കോ അതിൽ പ്രത്യേകിച്ച് സ്നേഹമൊന്നും ഉണ്ടാകുകയില്ല. എനിക്ക് തോന്നുന്നത് ഇവർ ബോർണിയോയിലേക്ക് പോകുമായിരിക്കും നല്ലത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് സമാധാനം ഉണ്ടാവും. ശാശ്വതമായ സമാധാനം പശ്ചിമേഷ്യയിൽ എല്ലായിടത്തും നിറഞ്ഞ് കവിഞ്ഞ് അതിൻ്റെ സൗരഭ്യം പ്രസരിക്കും. ഏതായാലും ഈ ഡൊണാൾഡ് ട്രംപ് നമ്മൾ വിചാരിച്ച പോലെയല്ല. പുള്ളി ആൾ ഭാവനാശാലിയാണ്, വളരെ കഴിവുറ്റ ഒരു ഭരണാധികാരിയുമാണ്. ഞാൻ പോകുന്നു. ബൈ ബൈ.